വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പാവന്നൂരെ വീട് ഹോം ടൂർ ആന്നിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ വീട് നമുക്ക് എത്ര വലുതായിക്കോട്ടെ എത്ര ചെറുതായിക്കോട്ടെ നമുക്കത് സ്വർഗ്ഗമായിരിക്കും അല്ലേ അമ്മ? അതെ അതെ, എല്ലാവർക്കും എല്ലാവരുടെ വീടും ചെറുത് വലുതൊന്നുമില്ല, എല്ലാവർക്കും എല്ലാവരുടെ വീട് വലുതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോവാൻ നമുക്ക് വീട് കണ്ടിട്ട് വരാം. അതെ, നമ്മളെ വീട് ഒന്ന് നോക്കാം എല്ലാവർക്കും. അതെ അതെ, ഇതാണ് കേട്ടാ നമ്മളെ വീട്ടിലേക്കുള്ള വഴി, റോഡാണ്. പിന്നെ അപ്പം ഇവിടുന്നാണ് ബിജുവാട്ടിനെല്ലാം അധികവും മറ്റേ ഷൂട്ടെല്ലാം ഇവിടുന്നാണ് എടുക്കുന്നത്. ഇത് തോട്ടിന്റെ സൈഡിൽ നിന്ന് ഇത് പാലാണ്, നമുക്ക് തോട്ടിൽ നിന്ന് കേറി വരുന്ന ഒരു പാലാണ്. കേറി വരുന്നത് ഇങ്ങനെ പാലാണ് തോടിന്റെ രണ്ട് സൈഡും. പിന്നെ ഇതാ നമ്മളെ വീട്ടിലേക്ക് റോഡ് വഴി നേരെ വഴിയുണ്ട്. പിന്നെ അല്ലാണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് പോകുന്നതായിരിക്കും, സ്റ്റെപ്പ് കയറിയിട്ടും പോവാട്ടാ. അപ്പം ഇത് നമ്മളെ ബാക്കിൽ സൈഡിലെല്ലാം റബ്ബറാണ് കേട്ടോ. അത് നിങ്ങൾ കണ്ടുണ്ടാവും, ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് കുറച്ച് വീടിന് തൊട്ടടുത്തല്ല, വീട് ഇതാ ഇവിടെയാണെങ്കിൽ നമ്മളെ കിണർ ഇവിടെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ അടുത്ത് കിണർ കുഴിച്ചപ്പോൾ അതിൽ വെള്ളം ഉണ്ടായില്ല. ഇതൊരിക്കലും വറ്റാത്ത കിണറാണ് കേട്ടോ. അപ്പോൾ നെറ്റെല്ലാം ആഴൊന്നുമില്ല കേട്ടോ, 7 കോല് ആഴേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും വറ്റിയിട്ട് കണ്ടിട്ടില്ല അല്ലെ. പിന്നെ മഴക്കാലത്ത് വെള്ളം കൂടുകയും ചെയ്യില്ല, വേനൽക്കാലത്ത് വെള്ളം കുറയുകയും ചെയ്യില്ല. അങ്ങനെ ഒരു ഇതാണ് കേട്ടാ. ചിലവരെ വീട്ടിലെ കിണർ അങ്ങനെ ആയിരിക്കും അല്ലെ. പിന്നെ ചിലവരത് മഴ പെയ്യുമ്പം അപ്പൊ തന്നെ നിറഞ്ഞു പോകും. പിന്നെ വേനൽക്കാലത്ത് ഒട്ടും വെള്ളമില്ലാണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാ സമയം ഒരേപോലെ നമ്മളെ കിണറിലെ വെള്ളം അങ്ങനെ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് കയറാം. അപ്പൊ ഇതാണ് നമ്മളെ വീട്, ഇതാണ് കേട്ടാ. കുറേ വീഡിയോസിലെല്ലാം ഇപ്പം കണ്ടിട്ടുണ്ടാവും. ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു ഐഷു ഒന്ന് ഹോം ടൂർ കാണിക്കുമെന്ന്. ഏകദേശം വൈകുന്നേരമായി കേട്ടാ. അപ്പം നമുക്ക് നമ്മളെ വീട്ടിലേക്ക് കയറാം കേട്ടാ. വീട്ടിലേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു സിറ്റ് ഔട്ടാണ് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ 2 ചെയർ വെച്ചിട്ടുണ്ട്. അപ്പം ഇതായിട്ടാണ് കേട്ടോ. ആരോ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയറി വരുമ്പോൾ ഹോൾ തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ആ ഇതിൽ പറഞ്ഞു പോകുമ്പോൾ ഹോളെന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ കയറി വരുന്ന സമയത്ത് തന്നെ നേരെ ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ എവിടെ പോയി ഐഷു എന്നെല്ലാം കുറേ ആള് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ. പിന്നെ ഇതാ അമ്മക്ക് ഇതെല്ലാം കിട്ടിയതാണ്. ഇത് അച്ഛനും അമ്മയുള്ള ഫോട്ടോ ആണ്. പിന്നെ ബുദ്ധനുണ്ട്. പിന്നെ ഇത് നമ്മളെ ഒരു ചെറിയൊരു വിളക്ക് വെക്കുന്ന ഏരിയ കേട്ടോ. ഇതാണ് ചെറിയൊരു വിളക്ക് വെക്കുന്ന ഏരിയ. അപ്പം നമ്മൾ ഹോളിൽ ഇങ്ങനെ നമ്മുടെ കല്യാണ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടിയുള്ള ഫോട്ടോസ് ആക്കിയതാണ് കേട്ടോ. ഏച്ചീൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എല്ലാവരും കൂടിയുള്ള ഫോട്ടോ ആക്കിയതാണ് കേട്ടോ, അച്ഛനും ഞാനും. പിന്നെ ഇതാ ഏച്ചീൻ്റെ ഹസ്ബൻഡാണ്, നിതിനേട്ടനാണ് കേട്ടോ. ഇത് ഏട്ടനാണ് വീഡിയോയിലാരും കണ്ടിട്ടുണ്ടാവില്ല, ഇനി വന്നിട്ടാകുമ്പോൾ ഞാൻ കാണിക്കും കേട്ടോ. അമ്മ ഏച്ചു കേട്ടോ. പിന്നെ ഇതെൻ്റെ അപ്പാപ്പനാണ് കേട്ടോ. അപ്പാപ്പൻ ഒരു 1.5 വർഷത്തോളമായി. അപ്പാപ്പ 1.5 വർഷത്തോളമായി കേട്ടോ നമ്മളെ വിട്ടുപോയിട്ട്. പക്ഷെ എനിക്ക് പിന്നെ ഇങ്ങനെ വലിയ ഇതിൽ മരിച്ച് അങ്ങനെ ഫോട്ടോ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മുത്തുവണ്ണീൻ്റെയും ഏച്ചിൻ്റെ മോളതും അപ്പാപ്പൻ്റെ ഫോട്ടോ ഒന്നിച്ചാക്കിയിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്കപ്പോൾ കാണുകയും ചെയ്യാമല്ലോ. വേറൊരു രീതിയിൽ നമ്മൾ മനസ്സിന് അല്ലേ അങ്ങനെ കാണൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു വാഷ് ബേസ് ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, സരസ്വതീൻ്റെത്. പിന്നെ ഇതാ ഇപ്പുറത്തെ സൈഡിൽ ക്ലോക്ക്, സമയം 6 മണിയായി കേട്ടോ. ഇനി കാണാൻ പോകുന്നത് എൻ്റെ ഏച്ചീൻ്റെ റൂമാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഏച്ചീൻ്റെ റൂം. അപ്പോൾ ഇവിടെ ഒരു അലമാര വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഷോക്കേസ് ഉണ്ട്. ഇത് ഏച്ചീൻ്റെ മോളാണ് കേട്ടോ, മുത്തുമണിയാണ്. പിന്നെ ഇത് എൻ്റെ ഏച്ചി ഏട്ടനും മുത്തുമണിയും അവർ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ഇതായിട്ടൊരു അലമാര വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഏച്ചീൻ്റെ ഏട്ടൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. ഇത് വാവേൻ്റെ പിന്നെ പേരുവിളിക്കെടുത്ത ഫോട്ടോ ആണേ. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഏച്ചീൻ്റെ റൂമാണ് ഇത്.
കണ്ടില്ലേ? അപ്പം അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇതാണ് കേട്ടോ അമ്മേൻ്റെ റൂം. അമ്മേൻ്റെ റൂം അമ്മേനെ ഓപ്പൺ ചെയ്തോ. അപ്പോൾ ഇതാണ് കേട്ടോ അമ്മേൻ്റെ റൂം. അമ്മേൻ്റെ റൂമിൽ ഇവിടെ ഇങ്ങനെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷോക്കേസ് ഉണ്ട്. അത് അമ്മേൻ്റെ ബുക്കും അല്ല, നമുക്ക് ഒരു ലോഡ് ബുക്ക് ഉണ്ട് കേട്ടോ, ആശാവർക്കറിയില്ല. അപ്പോൾ അങ്ങനെ ബുക്കെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ അറ്റാച്ച്ഡ്. പിന്നെ നമ്മുടെ ഡൈനിങ് റൂമാണ് കേട്ടോ ഇത്. ഡൈനിങ് റൂമിൽ ഒരു ചെറിയ ഡൈനിങ് ടേബിളുണ്ട്. പിന്നെ ഇതാ കുടിക്കേണ്ട വെള്ളപ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ടാകും കേട്ടോ. പിന്നെ കോർണറിൽ ഇതാ ഒരു ഷെൽഫ് ഉണ്ട് കേട്ടോ ചെറിയ. അതിൽ കുറേ ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള മീൻ നമ്മളെ കല്യാണത്തിൻ്റെ സമയത്ത് ചത്തുപോയി കേട്ടോ. അതിൽ ആക്കിയെടുക്കണം അത്രേ. ഇതെല്ലാം മുത്തുമണീൻ്റെ കളിപ്പാട്ടാണ് കേട്ടോ. ഡോള് നിങ്ങളവിടെ ഇതാ മുത്തുമണീൻ്റെ കുറേ കളിപ്പാട്ടങ്ങളെല്ലാം ഇങ്ങനെ ഡോളെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു അലമാരി ഉണ്ട് കേട്ടോ. ഇതിൽ അത്യാവശ്യം ഇത് ഗ്ലാസും അങ്ങനെയെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട ചേച്ചിൻ്റെ മോളെ പാസ്പോർട്ടിന് വേണ്ടി എടുത്ത ഫോട്ടോ ആയിരുന്നു അന്നേരം, കുറേ മുന്നേ. നമ്മളെ ഡൈനിങ് റൂമിലാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത്. ഡൈനിങ് റൂമിൽ നിന്ന് നമ്മൾ നേരെ നമ്മളെ കിച്ചണിലേക്ക് പോകുവായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കബേർഡ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ. പിന്നെ അമ്മയുടെ അത്യാവശ്യം കറിയും ചോറെല്ലാം വെച്ച പാത്രമെല്ലാം ഇവിടെ ഉണ്ട്. ഇതാ ഇങ്ങനെ. പിന്നെ ഇത് ഇവിടെ കബേർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കിച്ചൺ. ഇവിടെ മിക്സി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മേൻ്റെ കസറോൾ വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 ചെടിയെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങനെ കുക്കിങ്ങൊന്നുമില്ല കേട്ടോ. കിച്ചണിന്ന് നമ്മളെ കുക്കിങ് മൊത്തം ഗ്യാസെല്ലാം ഇവിടെയാണ് കേട്ടോ. ഇവിടുന്ന് കുക്ക് ചെയ്യും. പിന്നെ നമ്മൾ അടുക്കളയിലൊന്നും അധികം വെക്കയില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ പച്ചക്കറിയെല്ലാം ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ. ഇവിടെ അത്യാവശ്യം കബോർഡ് കാര്യങ്ങളെല്ലാം അവിടെയും ഇവിടെയെല്ലാം കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കിച്ചണിന് നേരെ ഇവിടെ വർക്ക് ഏരിയയാണ്. ഇവിടുന്ന് പാത്രമെല്ലാം കഴുകിയിട്ട് എല്ലായിടത്തെയും പോലെ തന്നെ സ്റ്റീൽ പാത്രമെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇവിടെ വാഷ് ബേസിൻ ഉണ്ട് കേട്ടോ. നമ്മളെ വാഷിംഗ് മെഷീൻ വെച്ചത് ഇവിടെയാണ്. പിന്നെ ഇതാ നമ്മുടെ ഇവിടുത്തെ താഴെയുള്ള ഒരു ബാത്റൂമാണ് ഇത്. നമ്മളെ കിച്ചൺ അങ്ങനെ കഴിഞ്ഞു. പിന്നെ നമ്മൾ വർക്ക് ഏരിയ അങ്ങനെ കഴിഞ്ഞ്, വർക്ക് ഏരിയൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് വിറക് നമ്മൾ ഷീറ്റ് അടിക്കുന്നതും വിറക് പൊരിയും അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മേലത്തെ ഫ്ലോർ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് സെൻട്രൽ ഹാളിൽ നിന്ന് നേരെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഫ്ലവർ വേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. മേലെ എത്തിയിട്ട് ഇതാണ് നമ്മളെ ഹോൾ ഇതാണ്. അവിടെ ഒരു സോഫ സെറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ അത്യാവശ്യം പത്രമെല്ലാം മടക്കി വെച്ചിട്ടാണ് ഉള്ളത്. അപ്പം ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഹോളും. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ റൂം. ഇതാണ് എൻ്റെ റൂം. അപ്പോൾ റൂം ഇതാ ഇവിടെ ഒരു അലമാരിയും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇതാ കുറച്ച് ഷോക്കേസിൽ കുറച്ച് സാധനങ്ങൾ, അത്ര അധികം സാധനം വെച്ചിട്ടില്ല, കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസും. പിന്നെ ഇതാ നമ്മൾ ഫ്രണ്ട്സാണ് 4 പേര് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് കബോർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ റൂം. പിന്നെ റൂമിൽ ഇതാ ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുണ്ട് കുറച്ച്.
കഴിഞ്ഞാൽ ഇനി ഒരു ബെഡ്റൂമും കൂടി ഉണ്ട് മോളെ. അതിൻ്റെ അകത്ത് പിന്നെ അരങ്ങ് വന്നാലിങ്ങനെ കിടക്കാൻ കൊടുക്കുന്ന ആരെങ്കിലും വന്നാല് കിടക്കാൻ വന്നാലും എൻ്റെ മോൻ്റെ റൂമാന്നത് അവൻ അവിടെയാ കിടക്കുക. അപ്പോൾ മേലെ 2 റൂം കേട്ടോ, താഴെ 2 റൂം. അപ്പോൾ നമുക്ക് പുറത്ത് വരാന്തയിലേക്ക് പോവാം. ഇതാ വരാന്തയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ. അപ്പം ഇതാ വരാന്തയിൽ ഇങ്ങനെ ഒരു ഊഞ്ഞാൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ 2 നല്ല സുഖാന്ന് കേട്ടോ. അവിടെ എഴുന്നിട്ട് ഇങ്ങനെ ആടാനും അടുത്തുള്ള വീടെല്ലാം ശരിക്കും കാണുകയും ചെയ്യും. ഇതിന്റെ മേലെ കയറിയാല് നല്ല സുഖാന്ന്. ഇവിടെ ഇതാ താഴെ നോക്കിയാൽ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ തോട്ടിലെ അളക്കാൻ വേണ്ടി വന്നവരെല്ലാം കാണും. അത് അവിടെ നിന്നാണ് തോട്ട് നിലക്കും. അപ്പോൾ തോട്ടിൽ ലേഖമ്മയെല്ലാം വരുമ്പോൾ വേഗം കയറി വരും. ബിജുവാട്ടന്റെ വീടെല്ലാം കണ്ടിട്ടുണ്ടാവും എല്ലാവരെല്ലാം. എല്ലാവർക്കും അറിയുന്നല്ലേ. നമുക്ക് മുകളിലാണ് സുഖം കേട്ടാ, നല്ല സുഖം മുകളിലാണ്. കാരണം വെച്ചാല് വഴിക്ക് പോകുന്നവരും റോഡ് മേലെ കൂടി പോകുന്നവരും എല്ലാം മുകളിൽ നിന്നാണ് ഇങ്ങനെ കാണുമോ, നല്ല ഇതാണ്. ഇതിലൊന്നും വന്നാൽ ആരും അങ്ങനെ ആടലൊന്നും ഇല്ല. എപ്പെങ്കിലെല്ലാം വന്നാലല്ല അല്ല മേലെ വന്ന് ഇരിക്കലൊന്നും അങ്ങനെയൊന്നും നടക്കലില്ല. കാരണം സമയമില്ല. ഒന്നാമത് ഡ്യൂട്ടി കഴിഞ്ഞ് വരും, പിന്നെ റെസ്റ്റ് ആവും. അങ്ങനെ തന്നെ അമ്മയും. താഴെ നിന്നുള്ള അഭ്യാസമേ ഉള്ളൂ, മേലെ നിന്ന് ഞാനും വെച്ച് കുറവ് തന്നെയാണ്. അപ്പൊ സമയം ഒരുപാടായി, അതുകൊണ്ട് വലിയ ലൈറ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇതിന്റെ ഒരു വരാന്തയാണുള്ളത്. വരാന്തയുണ്ട്. നമ്മളെ തുണിയെല്ലാം വിരിച്ചിരുന്ന സ്ഥലമാണ്. പിന്നെ നമ്മുടെ പഴയ ഷെൽഫെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അവനൊരു ബെഡെല്ലാം ഉണ്ട്. കല്യാണത്തിന്റെ സമയത്ത് 7 കട്ടിലെല്ലാം കുറെ ആൾക്കാർ കിടക്കുകയെല്ലാം ചെയ്തതിന് നമ്മൾ അയൺ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ഇതാ ഇങ്ങനെ ഒരു ബാത്റൂം ഉണ്ട്. കോമൺ ബാത്റൂമാണ് കേട്ടോ മേലെ. അപ്പൊ നമ്മളെ വീട് ഇത്രയേ ഉള്ളു കേട്ടോ. ഇവിടെ വീടെല്ലാം കാണിച്ചു. അപ്പൊ നമ്മളത് പിന്നെ 98 എടുത്ത വീടാണ്. പിന്നെ നമ്മള് എന്തൊക്കെയോ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തിയതാണ്. 2 മക്കളെ കല്യാണത്തിനായിട്ട്. മൂത്ത മോളെ കല്യാണത്തിനാണ് നമ്മൾ മുകളിലെല്ലാം എടുത്തിട്ടുണ്ടായിന്. ഇപ്പം പിന്നെ സാധാരണ നല്ലൊരു പിന്നെ സൗകര്യമുള്ള വീട് തന്നെയാണ് നമ്മളത്. നമുക്ക് ഒരുപാട് ആൾക്കാർക്കൊന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മളെ ആൾക്കാരും അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സൗകര്യമുള്ള ഒരു വീട് നമ്മളാക്കിയിട്ടുണ്ട്. അത്ര മാത്രമേ പറയാനുള്ളൂ. ഇപ്പത്തെ മോഡലിലൊന്നും ആയിരിക്കില്ല. കാരണം പണ്ടത്തെ ആ മോഡലിൽ തന്നെ അല്ലേ നമുക്ക് മുകളിലും എടുക്കാൻ പറ്റൂലോ. അങ്ങനെയായിട്ട് എടുത്തിയാണ്. ഇനി ഇവർക്കെല്ലാം നല്ല രീതിയിൽ ഇപ്പോഴത്തെ മോഡൽ വീട് വേണമെങ്കിൽ ഇവരായിക്കോട്ടെ. ഐശ്വര്യായാലും കാവ്യായാലും എല്ലാം 2 മക്കളും എടുത്തോട്ടെ. 2 മക്കളെ വീട് നല്ല വീടാണ് കേട്ടോ. പിന്നെ ഇതിനേക്കാളെല്ലാം നല്ല വീടാണ്. അപ്പോൾ പിന്നെ ഈ വീട് എന്താ പറയണ്ടേ, നമുക്ക് നമ്മൾ ജനിച്ചു വളർന്ന വീടായിരിക്കും. ഇനി എത്ര വലിയ വീട് കണ്ടാലും നമുക്ക് നമ്മളെ വീടായിരിക്കും ഭയങ്കര, അതിനോടായിരിക്കും കൂടുതൽ ഇത്. അപ്പോൾ നമ്മളെ വീട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഞാൻ ഇതുവരെ അങ്ങനെ പറയില്ല കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.